ബോളിവുഡ് താരം കരീന കപൂറിനെതിരെ സൈബർ ആക്രമണമുണ്ടായി. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കലാകാരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വിവാദം. ദുബായിൽ വെച്ച് പാകിസ്ഥാൻ ഡിസൈനറായ ഹറാസ് മനനൊപ്പം ഫോട്ടോ എടുത്തതിന് പിന്നാലെയാണ് ഈ സംഭവം. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിൽ പാകിസ്ഥാൻ കലാകാരന്മാർക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിലാണ് ഒരു വിഭാഗം കരീനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി എത്തിയത്. ഏപ്രിൽ 22-നാണ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ചു വന്നത്. 26 പേർ ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ ഡിസൈനർക്കൊപ്പമുള്ള കരീനയുടെ ഫോട്ടോ പുറത്തുവരുന്നത്. ഏപ്രിൽ 27-നാണ് ഹറാസ് മനൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കരീന കപൂറിനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. ഏപ്രിൽ 27-ന് രാവിലെ മുംബൈയിൽ നിന്നും നടി യാത്ര പുറപ്പെട്ടിരുന്നു. പക്ഷേ അവർ ദുബായിൽ എത്തിയപ്പോൾ എടുത്ത ചിത്രമാണോ അതോ ഫോട്ടോകൾ പുതിയതാണോ എന്നതിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ദുബായിൽ ഒരു സ്റ്റോർ പശ്ചാത്തലത്തിൽ ഉള്ളതിനാൽ ഇത് ദുബായിൽ നിന്നും എടുത്ത ചിത്രമാണ് എന്നത് വ്യക്തമാണ്. വിത്ത് ദി OG എന്ന തലക്കെട്ടോടെയാണ് ഹറാസ് മനൻ കരീനയ്ക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കിട്ടത്. ഹറാസ് മനനിൻ്റെ ടീമും ചിത്രത്തിലുണ്ട്. കരീന കപൂറിനെ കൂടാതെ നടിമാരായ കിയാര അദ്വാനി, അദിതി റാവു ഹൈദരി, താര സുതാരിയ, നീതു കപൂർ, സോനം കപൂർ, സാറ അലി ഖാൻ, ജാൻവി കപൂർ, മഹീബ് കപൂർ, കാർത്തിക് ആര്യൻ, പുലിക്കിത് സാമ്രാട്ട്, ആദർ ജെയിൻ എന്നിവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ഡിസൈനറാണ് ഹറാസ് മനൻ. 46-കാരനായ ഡിസൈനർ മുമ്പ് ദീപിക പദുകോൺ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, അനന്യ പാണ്ഡെ എന്നിവരുമായും സഹകരിച്ച് ഷോകളും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പാക് കലാകാരന്മാർക്കെതിരെ ഇന്ത്യയിൽ വിലക്ക് വരുന്ന സമയത്താണ് കരീന കപൂറിനൊപ്പമുള്ള പാക് ഡിസൈനറുടെ ഈ ഫോട്ടോ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെ കരീനയ്ക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ കരീനയെ ആക്രമിക്കുന്നത്. സെയ്ഫ് അലി ഖാനുമായുള്ള അവരുടെ വിവാഹത്തെക്കുറിച്ച് പോലും ഇതുമായി ചേർത്ത് അഭിപ്രായം പറയാൻ ചിലർ അവസരം ഉപയോഗിച്ചു. മറ്റു ചിലർ കരീന കപൂറിനെ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരുടെ സിനിമകൾ കാണില്ലെന്നും അവരുടെ ബ്രാൻഡുകൾ ബഹിഷ്കരിക്കും എന്നുമാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ കരീന കപൂർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നേരത്തെ പാക് നടൻ അഭിനയിച്ച ബോളിവുഡ് ചിത്രത്തിന് പ്രദർശന വിലക്ക് ഏർപ്പെടുത്തും എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കരീനയ്ക്കെതിരായ ഈ സൈബർ ആക്രമണം.